ഹലോ നമസ്കാരം. രഞ്ജി ട്രോഫി ഗ്രൂപ്പ് സ്റ്റേജിൽ ലീഗ് സ്റ്റേജിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത് ആവേശകരമായൊരു മത്സരത്തിനാണ്. മധ്യപ്രദേശിനെതിരെ കേരളം കഷ്ടിച്ച് സമനില നേടി. ഒരുപക്ഷെ കരുത്തരായ മധ്യപ്രദേശിനെതിരെ സമനില പൊരുതി വാങ്ങി എന്നും പറയാം. അവസാന ദിവസം 300-ലേറെ റൺസ് ചേസ് ചെയ്യാൻ ഇറങ്ങിയ കേരളത്തിന് വേണ്ടി സമനില പിടിച്ചു വാങ്ങിയത് മുഹമ്മദ് അസറുദ്ദീനും ആദിത്യ സർവാത്തെയും കൂടെ പരിക്കുമായി ക്രീസിലിറങ്ങിയ ബാബ അപാരജിത്തും കൂടിയായിരുന്നു. അതിനിടയിൽ നമ്മൾ പരാമർശിക്കേണ്ട വേറൊരു പേര് കൂടിയുണ്ട്, ND നിതീഷിൻ്റേത്. മധ്യപ്രദേശിനെതിരായ ആദ്യ ഇന്നിങ്സിൽ 5 വിക്കറ്റ് നേടിയ നിതീഷ് അവസാന ദിവസം 10ാമനായി ബാറ്റിങ്ങിന് ഇറങ്ങി അതിജീവിച്ചത് വിലപ്പെട്ട 35 പന്തുകളായിരുന്നു. ഒരൊറ്റ സ്കോറിംഗ് ഷോട്ട് മാത്രമായിരുന്നു അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഏതായാലും ഈ സമനില കേരളത്തിന് അടുത്ത ഘട്ടത്തിലേക്ക്, നോക്കൌട്ട് സ്റ്റേജിലേക്ക്, ക്വാർട്ടർ ഫൈനലിലേക്കുള്ള സാധ്യതകൾ സജീവമാക്കി. ഇനി ക്വാർട്ടർ ഫൈനലിലെ ഗ്രൂപ്പ് സിയിലെ സാധ്യതകൾ എങ്ങനെയെന്ന് നോക്കാം. വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് വരുന്നത്. ഹരിയാന, കേരള, കർണാടക എന്നിവരാണ് ഇനി നോക്കൌട്ട് സ്റ്റേജിന് വേണ്ടി മത്സരിക്കുന്നത്. ഹരിയാനയ്ക്ക് 26 പോയിന്റുകളുണ്ട്, കേരളത്തിന് 21 പോയിന്റുകൾ, കർണാടകത്തിന് 19 പോയിന്റുകൾ. അവസാന മത്സരത്തിൽ 30-ാം തീയതി കേരളം ഇതേ വേദിയിൽ തന്നെ ബീഹാറിനെ നേരിടുന്നതാണ്. ബീഹാറിനെതിരെ ഒരു വിജയം നേടിയാൽ തന്നെ കേരളത്തിന് ക്വാർട്ടർ ഫൈനലിലെത്താം. അതേസമയം കേരളത്തിന് 1-ാം ഇന്നിംഗ്സ് ലീഡോടുകൂടി 3 പോയിന്റോടുകൂടിയാണ് സമനില എങ്കിൽ കർണാടക ഹരിയാനയെ തോൽപ്പിക്കാതിരിക്കണം. എന്നാൽ കേരളത്തിന് 1-ാം ഇന്നിംഗ്സ് ലീഡില്ലാതെ 1 പോയിന്റ് മാത്രമാണ് സമനിലയ്ക്ക് കിട്ടുന്നതെങ്കിൽ കർണാടക ഹരിയാനയോട് തോൽക്കണം. അതല്ലെങ്കിൽ 1-ാം ഇന്നിംഗ്സ് ലീഡ് നേടാതെ കർണാടക സമനിലയിൽ കുരുങ്ങണം. അതേസമയം കേരളം തോൽക്കുകയാണെങ്കിൽ കർണാടക ഹരിയാനയോട് തോൽക്കണം. ഹരിയാനയ്ക്ക് കർണാടകയ്ക്കെതിരെ ഒരു സാധാരണ സമനില മാത്രം മതി, 1 പോയിന്റ് മാത്രം മതി മുന്നിലേക്ക് എത്താൻ. അപ്പോൾ ഇനി അടുത്ത മത്സരത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. കേരളം ഒരു വിജയം നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ബീഹാർ താരതമ്യേന ദുർബലരായ എതിരാളികളാണ്. കൂടുതൽ ടൈറ്റ് ആയിട്ടുള്ള മാച്ച് ഉണ്ടായിരിക്കുക കർണാടക വേഴ്സസ് ഹരിയാന ആയിരിക്കും. അതേസമയം ഗ്രൂപ്പ് എയിൽ നടന്ന ഒരു അട്ടിമറി എന്താണെന്ന് വെച്ചാൽ 11 വർഷങ്ങൾക്ക് ശേഷം ജമ്മു ആൻഡ് കാശ്മീർ മുംബൈയെ പരാജയപ്പെടുത്തി. മുംബൈ സ്ക്വാഡ് വളരെ ശക്തമായിരുന്നു. മുംബൈ 11 വളരെ ശക്തമായിരുന്നു. രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, രഹാനെ തുടങ്ങിയ ഒരുപാട് പേരുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു. അവരെ തോൽപ്പിച്ച് ജമ്മു കാശ്മീർ ഓൾമോസ്റ്റ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തി എന്ന് തന്നെ പറയാം. ഏതായാലും തുടർന്ന് അപ്ഡേറ്റുകൾ ഇനിയും വരും, കാത്തിരിക്കുക, ഫോളോ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.